നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഡോക്ടർ രജത്തേട്ടൻ അല്ലേ? കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് പുതിയ വിശേഷങ്ങൾ? നല്ല അടിപൊളിയായിട്ടുള്ളൂ അല്ലേ? താങ്ക് യു. പുതിയ വിശേഷം നമ്മുടെ ഡോക്ടർ ബെന്നറ്റ് എന്ന സൈക്കോളജിക്കൽ ക്രിമിനൽ ത്രില്ലർ ഫിലിം റിലീസ് ചെയ്യാണ്. സൈക്കോളജി ഒക്കെ അറിയുന്ന ഒരാളാണ്. കുറേശ്ശെ പഠിച്ചു വെച്ചു. ജീവിതമല്ലേ, ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ പഠിക്കാൻ പറ്റുന്നതൊക്കെ കുറെ പഠിച്ചു വെച്ചു. അപ്പോൾ ആ സൈക്കോളജി പഠിച്ചത് ഇതിന് കുറച്ച് ഗുണമായി. അപ്പോൾ ഇത് നല്ല പവർ പാക്ക് ആയിട്ടുള്ള ഫിലിമാണ്. കോട്ടയം നസീർ അങ്ങനെ കുറേ. കഥാപാത്രം എന്താണ് ഇതിനകത്ത്? കഥാപാത്രം എന്ന് പറയുന്നത് നായകന്റെ ഫാമിലിയുടെ അഡ്വക്കേറ്റ് ആയിട്ടാണ്. അത് കോർട്ട് സീനാണ്. തകർപ്പൻ, ദൈവാനുഗ്രഹിച്ച് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഡയറക്ടറും തിരക്കഥാർത്ഥവും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ജാതകത്തിൽ തന്നെ, ഞാൻ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ല, ഞാൻ അത് വിശ്വസിക്കുന്നു. ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ന്യായാധിപനാവും. അപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ഡിഗ്രിക്ക് BSc മറൈൻസിൽ BSc കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഗവൺമെൻറ് ലോ കോളേജിൽ എനിക്ക് മെറിറ്റിൽ 16ാമതായിട്ട് LLBക്ക് കിട്ടിയത്. പക്ഷേ എൻ്റെ അമ്മ ഈ കറുത്ത കോട്ടിടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ ഒറ്റ കട്ടയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ നീതിബോധം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ LLB പഠിച്ചിരുന്നെങ്കിലും LLM എടുത്ത് ഞാൻ ജുഡീഷ്യറി എഴുതി ജഡ്ജി ആവാനേ നോക്കത്തുള്ളൂ. കാരണം എനിക്ക് ജഡ്ജി ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് അങ്ങനെ നടക്കാത്തതുകൊണ്ടാവാം ഞാനിപ്പോൾ ബൈബിളും ഖുറാനും ഗീതയൊക്കെ പഠിച്ചിട്ട് നീതിബോധത്തോടെ തന്നെ അറിയാമായിരിക്കുമല്ലോ, ഞാൻ ആരെയും പീഡിപ്പിക്കാറില്ല, അനാവശ്യം പറയാറില്ല, ഇൻസൾട്ട് ചെയ്യാറില്ല, ചതിക്കാറില്ല, വഞ്ചിക്കാറില്ല, വാക്ക് കൊടുത്ത് പറ്റിക്കാറില്ല, പണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ പറ്റിക്കാറില്ല. പക്ഷേ ഈ പറഞ്ഞതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. തേപ്പ് കിട്ടുന്നുണ്ട്, പറ്റിപ്പ് കിട്ടുന്നുണ്ട്, ചതി കിട്ടുന്നുണ്ട്, വാങ്ങിച്ചിട്ട് തരാതെ എന്നെ പറ്റിച്ച് കിടക്കുന്നവരുണ്ട്. എനിക്ക് തിരിച്ചു കിട്ടാൻ തന്നെ 5 ലക്ഷത്തിലധികം രൂപ എനിക്ക് തിരിച്ചു കിട്ടാനുണ്ട് കുറഞ്ഞത്. അത് കൊടുത്തത് അതോ വാങ്ങിച്ചത്? സിനിമയിൽ അഭിനയിച്ചത് എനിക്ക് ചെറുതായിട്ട് കിട്ടുന്നു. അതിലൊരു നല്ല വിധം ഞാൻ ചാരിറ്റി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഓരോന്നും പറഞ്ഞ് കരഞ്ഞും പറഞ്ഞും വിഷമവും കാണിച്ചും ഒക്കെ പല രീതിയിൽ എന്നെ തേപ്പ് തേച്ച് ഏകദേശം 5 മുതൽ 10 ലക്ഷത്തിനകത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചവർ തരാതുണ്ട്. തെളിവ് മൊബൈൽ ഫോണിനകത്ത് GPay ആണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ GPay ഇനാക്റ്റീവ് ചെയ്തു. കാരണം ഇപ്പം എൻ്റെ പൈസ വരണില്ല, കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ. കാരണം കണ്ണുനീരും വിഷമവും കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മാക്സിമം അത് ചെയ്യും. പക്ഷെ നമുക്ക് തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ ശത്രുത ഉണ്ടാകുന്ന ഒരു അവസ്ഥയായി മാറി. സിനിമയിൽ എനിക്ക് ശത്രുക്കളില്ല. പിന്നെ സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിലും ഞാൻ പഠിച്ചിരുന്ന കോളേജുകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ ഒന്നും നോക്കാതെ കുറച്ചു പേർക്ക് നമ്മൾ ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നൊരു സാധനമില്ലേ, എന്തോ അവള് ശരിയില്ല, അവൻ ശരിയല്ല. ഇപ്പോഴും ഫേസ്ബുക്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോ ഇട്ടാൽ ഒരു 50 അല്ലെങ്കിൽ 100 തംസപ്പ് 100 പേര് സപ്പോർട്ട് ചെയ്താൽ 2 പേര് അതിനകത്ത് പറഞ്ഞ് നിങ്ങൾ എന്തിനു ഇവനെ സപ്പോർട്ട് ചെയ്യണം, ഇവൻ ശരിയല്ല. എന്തായി ശരിയല്ല? ഞാൻ പ്രാവശ്യം എഴുതി ചോദിച്ചു, പിന്നെ നിർത്തി. എന്താ ശരിയല്ലാത്തത്? ഞാൻ നിന്റെ സഹോദരിയെ പറ്റിച്ചോ, പീഡിപ്പിച്ചോ, നിന്റെ പണം മാറ്റി ഞാൻ തരാതിരുന്നോ, നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചോ, ഞാൻ നെഗറ്റീവ് വല്ലതും പറഞ്ഞോ, കഴിഞ്ഞ 10, 18, 20 വർഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും കള്ളത്തരങ്ങൾ പ്രവർത്തിച്ചോ, ഞാൻ ആർക്കെങ്കിലും ഹാംഫുള്ളായിട്ട് ചെയ്തോ? ഇല്ല. എൻ്റേതായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടിയേക്കാൾ ഉപരി വ്യക്തികളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വ്യക്തികളെ സപ്പോർട്ട് ചെയ്ത് പറയും. അത് ഏത് പാർട്ടി എന്നുള്ളതല്ല. അപ്പോൾ ഉടനെ അവർക്ക് ഇഷ്ടപ്പെടാത്ത പാർട്ടി വന്നാൽ ഉടനെ പറയും ഞാൻ ആ പാർട്ടിക്കാരനാണെന്ന് പറയും. ഞാൻ അങ്ങനെയല്ല. ജാതി മതം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഖുർആൻ ഏതെങ്കിലും 2 വാക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഉടനെ കുറേ പേര് പറയും ഞാൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു. ബൈബിൾ പറഞ്ഞ ഉടനെ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു. ഇപ്പോൾ സിന്ദൂരെ കുറിയിട്ടാൽ കുറേ പേര് പറയും ഞാൻ RSSകാരന്. അങ്ങനെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ഈ സമൂഹത്തിലെ ഒരു പിടിപ്പേര് ടോർച്ചർ ചെയ്യുമ്പം ഒരു 80-90% പേർക്കും അറിയാം ഞാൻ ആരാണ്.